ഇന്ത്യയിലെ രണ്ടാമത്തെ സ്വദേശി ആണവ റിയാക്ടർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ കക്രപാർ ആണവ നിലയത്തിൽ 700 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സ്വദേശി ആണവ റിയാക്ടർ പൂർണ്ണ തോതിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. ഈ മേഖലയിൽ ഒരു വമ്പൻ നേട്ടമാണ് ഇന്ത്യ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2031-32 പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇതേ ഡിസൈനിലുള്ള 14 700 മെഗാവാട്ട് ആണവ റിയാക്ടറുകൾ കൂടി ഇന്ത്യ നിർമ്മിക്കുന്നു. അതായത് 2031-32 രാജ്യത്ത് സ്ഥാപിതമായ ആണവോർജ ശേഷി എന്ന് പറയുന്നത് 2480 മെഗാവാട്ടായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഗുജറാത്തിലെ കക്രപാർ ആണവ നിലയത്തിൽ അതായത് KPS-ലെ യൂണിറ്റ് 4 700 മെഗാവാട്ട് പൂർണ്ണശക്തിയിലേക്ക് ഉയർത്തുന്നതിന് മുമ്പ് തന്നെ 90% ശേഷിയിൽ പ്രവർത്തിച്ചിരുന്നു. ഈ KPS-4 യൂണിറ്റ് കഴിഞ്ഞ വർഷം ഡിസംബർ 17-ന് അതിന്റെ നിർണായകത കൈവരിക്കുകയും മാർച്ച് 31 കൂടി വാണിജ്യ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ NBCIL നിലവിൽ 8180 മെഗാവാട്ട് ശേഷിയുള്ള 24 റിയാക്ടറുകളുടെ ഒരു ഫ്ലീറ്റ് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. കൂടാതെ 6800 മെഗാവാട്ട് ശേഷിയുള്ള 8 യൂണിറ്റുകൾ ഇപ്പോൾ നിർമ്മാണത്തിലുമുണ്ട്. ഇതുകൂടാതെ മൊത്തം 7000 മെഗാവാട്ട് ശേഷിയുള്ള 10 റിയാക്ടർ കൂടി പദ്ധതിക്ക് മുമ്പ് പ്രവർത്തനത്തിലുമാണ്. അതായത് 2031-32 രാജ്യത്ത് സ്ഥാപിതമായ ആണവോർജ ശേഷി 2480 മെഗാവാട്ടായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് NBCIL ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. PHWR സംവിധാനങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന റിയാക്ടറുകൾ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കക്രോപാർ ആണവോർജ പദ്ധതിയുടെ യൂണിറ്റ് 3 2023 ഓഗസ്റ്റ് മുതൽ പ്രവർത്തനക്ഷമമാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും നൂതന സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഈ യൂണിറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന്റെ അന്വേഷണത്തിൽ ഒരു സുപ്രധാന നേട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇന്ത്യ ഇപ്പോൾ 15 തദ്ദേശീയ 700 മെഗാവാട്ട് PHWRകളും 1 ജിഗാവാട്ട് വീതം ശേഷിയുള്ള 4 ലൈറ്റ് വാട്ടർ റിയാക്ടറുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ സഹകരണത്തോടെയാണ് കൂടംകുളത്തെ PHWR നിർമ്മിക്കുന്നത്. 2031-32 ഇടയിൽ ഇവ പൂർത്തിയാകും. 870 ബില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും 748 ദശലക്ഷം ടൺ കാർബൺ ലാഭിക്കുകയും ചെയ്ത ഇന്ത്യയിൽ കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിൽ ആണവോർജ ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.